ചതിയനായ അരയന്നവും സൂത്രശാലിയായ ഞണ്ടും. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഒരു തടാകത്തിൽ ഒരു അരയന്നൻ താമസിച്ചിരുന്നു. തടാകത്തിൽ ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നതിനാൽ അരയന്നത്തിന് നിറയെ ഭക്ഷണം ലഭിച്ചിരുന്നു. അരയന്നം അവിടെ വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞത്. കുറച്ചു വർഷം കഴിഞ്ഞപ്പോൾ അവന് വയസ്സായി. അവന് പണ്ടത്തെ പോലെ മീൻ പിടിക്കാൻ സാധിച്ചില്ല. അതിനാൽ അവൻ മെലിഞ്ഞ് ആരോഗ്യമില്ലാത്തവനായി മാറി. അവൻ ചിന്തിച്ചു, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും മരിക്കും. വിശപ്പ് മാറ്റാനുള്ള വഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ അരയന്നം ജീവൻ രക്ഷിക്കുവാനുള്ള ഉപായം ആലോചിച്ചു തുടങ്ങി. അവൻ ഇളകുന്ന ഓളങ്ങൾ നോക്കി ഉദാസീനനായി തടാകക്കരയിലിരുന്നു. ആ സമയത്ത് ഒരു തവള അവൻ്റെ അരികിലൂടെ പോയി. പക്ഷേ അവൻ അതിനെ പിടിക്കാൻ ശ്രമിച്ചില്ല. തടാകത്തിലെ എല്ലാ ജീവജാലങ്ങളും അത്ഭുതപ്പെട്ടു. അരയന്നത്തിന് എന്തു പറ്റി? എന്തു പറ്റി അരയന്നമേ? താങ്കൾ ഇന്ന് വളരെ ക്ഷീണിതനായി കാണപ്പെടുന്നല്ലോ. എന്താണ് കാരണം? വേണമെങ്കിൽ എന്നെ പിടിച്ചോ. അരയന്നം വളരെ ദുഃഖത്തോടെ ആ തവളയോട് പറഞ്ഞു, ഇല്ല കുഞ്ഞെ, ഞാൻ നിന്നെ പിടിക്കില്ല. കാലം മാറിക്കൊണ്ടിരിക്കുക. കാലത്തിൻ്റെ മാറ്റം എൻ്റെ മനസ്സിനെയും മാറ്റിമറിച്ചു. ഇത്രയും കാലം ഞാൻ മത്സ്യങ്ങളെയും തവളകളെയും ഭക്ഷിച്ച കാലം കഴിച്ചത്. ഇനി ഞാൻ ഒന്നിനെയും കൊന്നു തിന്നില്ല. അത് ശരി. അതെന്താണ് അരയന്നമേ? ഞാൻ ഇന്നലെ കുറെ ആളുകൾ സംസാരിക്കുന്നത് കേട്ടു. അവർ ഈ തടാകത്തെ മണ്ണിട്ട് നിറച്ച് പച്ചക്കറി കൃഷി തുടങ്ങാൻ പോവുകയാത്രേ. അങ്ങനെയാണെങ്കിൽ ഈ കുളത്തിലെ എല്ലാ മത്സ്യങ്ങളും തവളകളും പ്രാണികളും മരിക്കും. നിങ്ങളൊന്നുമില്ലെങ്കിൽ ഞാനും മരിക്കും. ഇതും പറഞ്ഞ് അരയന്നം കണ്ണീരൊഴുക്കാൻ തുടങ്ങി. ഇത് കേട്ട തവള ആകെ പേടിച്ചു. അത് തടാകത്തിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി ഈ വിവരം പറഞ്ഞു. ഇത് കേട്ട് തടാകത്തിലെ എല്ലാ ജീവജാലങ്ങളും പേടിച്ചു വിറച്ചു. അവർ പരസ്പരം ചോദിച്ചു, നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം. നമുക്ക് അരയന്നത്തിനോട് പോയി ചോദിക്കാം. അവൻ നമ്മളെ സഹായിക്കും. അത് ശരിയാണ്, അവൻ നമ്മെ സഹായിക്കും. അങ്ങനെ തടാകത്തിലെ എല്ലാ ജീവജാലങ്ങളും അരയന്നത്തിന്റെ അടുത്തെത്തി. താങ്കൾ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് മരിക്കാൻ ആഗ്രഹമില്ല. താങ്കൾ ഞങ്ങളെ രക്ഷിക്കണം. എന്തെങ്കിലും വഴി കണ്ടെത്തണം. അരയന്നം മനസ്സിൽ ചിരിച്ചുകൊണ്ട് ചിന്തിച്ചു, ഈ ജീവികളെല്ലാം എന്ത് വിഡ്ഢികളാ. ഇവരെല്ലാം എൻ്റെ ഇരകളായി മാറും. അരയന്നം ഗാഢമായി ചിന്തിക്കുന്നത് പോലെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം. എനിക്ക് കുറച്ചകലുള്ള ഒരു തടാകത്തെക്കുറിച്ചറിയാം. നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഞാൻ അവിടെ എത്തിക്കാം. തടാകത്തിലെ ഓരോ ജീവികളും ആരാണ് ആദ്യം മറ്റേ തടാകത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞ് പരസ്പരം കലഹിക്കാൻ തുടങ്ങി. ഇത് കണ്ട് അരയന്നം പറഞ്ഞു, എൻ്റെ വാക്കുകൾ കേൾക്കൂ. നിങ്ങൾ ആരും കലഹിക്കരുത്. ഞാൻ വൃദ്ധനും വളരെയധികം ക്ഷീണിച്ചവനുമാണ്. പെട്ടെന്ന് തന്നെ ഞാൻ ക്ഷീണിക്കും. ഒരു തവണ ഒരാളെ മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കൂ. ഞാൻ ആദ്യം മീനുകളെ കൊണ്ടുപോകാം. അവൻ വേഗം ഒരു മീനിനെ കൊത്തിയെടുത്ത് പറക്കാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മീൻ പേടിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ, നമ്മള് തടാകത്തിലെത്തിയോ? എനിക്ക് ശ്വാസം മുട്ടുന്നു. വേഗം പറക്കൂ. അരയന്നം വേഗം താഴെയുള്ള കുന്നിലേക്ക് ഇറങ്ങി ആ മീനിനെ തിന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ദിവസവും 5-6 തവണ അരയന്നം തടാകത്തിലെത്തി മീനുമായി പറന്നു പൊങ്ങും. കുറച്ചു ദൂരത്തുള്ള കുന്നിന്റെ മുകളിൽ ചെന്ന് ആ മീനിനെ തിന്നും. ഇത് അരയന്നം പതിവാക്കി. ഒരു ദിവസം ഒരു ഞണ്ട് അരയന്നത്തിന്റെ അടുത്തെത്തി. ഞണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് ശരിയല്ല. താങ്കൾ മീനുകളുടെ പക്ഷത്താണല്ലോ. മീനുകളെ മാത്രം ദിവസം പുതിയ തടാകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഞങ്ങൾക്ക് എന്താണ് അവസരം കിട്ടുക? മീനുകളെ മാത്രമല്ല, ഞങ്ങളെയും കൊണ്ടുപോകണം. ശരി കുഞ്ഞെ, നിന്റെ ആഗ്രഹം പോലെ. ഇന്ന് നിന്റെ അവസരമാണ്, വരുമോ? ഇതും പറഞ്ഞ് അരയന്നം ഞണ്ടിനെ കൊത്തിയെടുത്ത് പറന്നു പൊങ്ങി. അങ്ങനെ അരയന്നം പറന്ന് പറന്ന് ആ കുന്നിന്റെ മുകളിലെത്തി. ആ സമയത്ത് ഞണ്ട് താഴെ നിറയെ മീൻമുള്ളുകൾ കണ്ടു. അപ്പോൾ ഞണ്ടിന് മനസ്സിലായി, അരയന്നം എന്നും കൊണ്ടുവരുന്ന മീനുകളെ ഇവിടെ വെച്ച് തിന്നുകയാണ് പതിവെന്ന്. തന്റെ സഹവാസികളോട് കാണിച്ച ക്രൂരതയ്ക്ക് പകരം വീട്ടുവാനും ഇനി അത് ആവർത്തിക്കാതിരിക്കുവാനും വേണ്ടി അരയന്നത്തോട് പ്രതികാരം വീട്ടുവാൻ ഞണ്ട് തീരുമാനിച്ചു. അവൻ മെല്ലെ തന്റെ മൂർച്ചയുള്ള കൈകൾ നീട്ടി അരയന്നത്തിന്റെ നീണ്ടുമെലിഞ്ഞ കഴുത്തിൽ പിടിച്ച് മുറുക്കാൻ തുടങ്ങി. അരയന്നം ഞണ്ടിന്റെ പിടി വിടുവിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ഞണ്ട് തന്റെ പിടി മുറുക്കി. അരയന്നത്തിന്റെ കഴുത്ത് വേദനിക്കുവാൻ തുടങ്ങി. അവസാനം ശ്വാസം കിട്ടാതെ അരയന്നം പിടഞ്ഞ് താഴെ വീണു. ഞണ്ട് അരയന്നത്തിന്റെ കഴുത്തറുത്ത് തന്റെ തടാകത്തിലേക്ക് കൊണ്ടുചെന്ന് തടാകക്കരയിൽ വെച്ചു.
വിവരമറിഞ്ഞ ജീവികൾ തടാകക്കരയിലേക്ക് എത്തി. അവരെല്ലാം ഞണ്ടിനോട് ചോദിച്ചു. അരയന്നത്തിന് എന്ത് സംഭവിച്ചു? ഇതെന്ത് പറ്റി? എന്തു പറ്റി? ഞണ്ട് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. വളരെ നല്ലതാണ് സംഭവിച്ചത്. ഈ അരയണ്ണൻ നമ്മയെല്ലാം ചതിക്കുകയായിരുന്നു. അവൻ ഈ തടാകത്തിലെ ജീവികളെല്ലാം കൊന്നു തിന്നാനെടുത്ത സൂത്രമായിരുന്നു അത്. നമ്മളെ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിക്കാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഓരോരുത്തരെയായി കൊണ്ടുപോയി കൊന്നു തിന്നുകയായിരുന്നവൻ. ഞാൻ അവനെ കൊന്ന് നമ്മളെ ചതിച്ചതിന് പ്രതികാരം വീട്ടി. ഇനി അവൻ ജീവിച്ചിരുന്നിട്ട് ആരെയും ചതിക്കരുത്. അതിനുള്ള ശിക്ഷയാണ് ഞാൻ ഈ കൊടുത്തത്. തടാകത്തിലെ ജീവികളെല്ലാം സന്തോഷത്തോടെ തങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് ഞണ്ടിനോട് നന്ദി പറഞ്ഞു. ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം, നമ്മുടെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിയും ധൈര്യവും ഉപയോഗിച്ച് നേരിടണം.